എല്ലാവർക്കും പ്രവാസി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. രുചികരമായ ലോകത്തിലൂടെ പ്രവാസികളുടെ മനസ്സിൽ ഇടം പിടിച്ച ടോപ്പ് ടേസ്റ്റി റെസ്റ്റോറൻറ്റിൻ്റെ ഓണറായ മിസ്റ്റർ മുഹമ്മദ് സാറാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. ഏതൊരു രുചികരമായ വിഭവത്തിന് പിന്നിലും ഒരു കഥയുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഒരു വിജയകരമായ സംരംഭത്തിന് പിന്നിലും ഒരു കഥയുണ്ടാകും. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം സർ. നമസ്കാരം. നിങ്ങളൊരു ഭക്ഷണപ്രിയനോ അല്ലെങ്കിൽ ഒരു ഷെഫോ ആണോ? ആയതുകൊണ്ടാണോ ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തത്? ഭക്ഷണപ്രിയനും ഷെഫും രണ്ടുമാണ്. പക്ഷേ നമ്മളെ ഫീൽഡ് ആക്ച്വലി ഇതായിരുന്നില്ല. ഒരു സംരംഭകനാകണമെന്ന് ആഗ്രഹിച്ചാണോ യു എയിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഒരു ജോലിയായിട്ട് കയറിയതാണോ? അല്ല, ഒരു സംരംഭകനാണോ എന്ന് പറഞ്ഞിട്ട് വന്ന ആളൊന്നും അല്ല. നമ്മൾ ജോലി തേടി വന്ന ആൾക്കാരാണ്. പിന്നെ നമ്മളൊരു ഈ ഇലക്ട്രിക്കൽ ഡിസൈൻ ഫീൽഡിൽ 30 വർഷം ഇവിടെ ജോലി ചെയ്തിട്ട് പിന്നെ അതിനുശേഷം ഈ ഫീൽഡിലേക്ക് നമ്മൾ കയറിയതാണ്. റെസ്റ്റോറൻറ്റ് എന്നൊരു ഫീൽഡ് വിജയകരമായി തന്നെ യു എയിൽ പിടിച്ചു നിർത്താൻ സാറിന് സഹായിക്കുന്നത് എന്ത്, അല്ലെങ്കിൽ അതിന് പ്രചോദനമാകുന്ന എന്തെങ്കിലും ടിപ്പുണ്ടോ? നമ്മൾ അതിന് ഭക്ഷണം ഏതെന്ന് പറഞ്ഞാൽ ടേസ്റ്റോട് കൂടി നമ്മൾ സെർവ് ചെയ്യുന്നത്, അതാണ് നമ്മളെ വിജയം എന്ന് എൻ്റെ ഈ ഒരു 3-4 വർഷത്തെ എക്സ്പീരിയൻസ്. ഞാൻ ഓൾറെഡി സ്റ്റാർട്ടഡ് ഇൻ 2020 സ്റ്റാർട്ട് ചെയ്തു. അതുവരെ നമ്മൾ സർവീസിലായിരുന്നു. അപ്പോൾ അത് നമ്മൾ ആ ടേസ്റ്റ് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ഒരു ഇത് ഉണ്ടെന്ന് മാത്രമല്ല, അത് വേറേതായ ഒരു കണക്ക് അങ്ങനെ തോന്നുന്നില്ല. ടേസ്റ്റാണ് എവറിത്തിങ്. നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ, അതായത് ടോപ്പ് ടേസ്റ്റി റെസ്റ്റോറൻറ്റിനെ മറ്റുള്ള റെസ്റ്റോറൻറ്റുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണ്? നമ്മളെ സ്പെഷ്യലൈസ്ഡ് ബിരിയാണിയാണ്. സ്പെഷ്യൽ ബിരിയാണി അത് ആണ് കൂടുതൽ എൻ്റെ റെസ്റ്റോറൻറ്റിൽ സെയിൽ ആവുന്നതും ആൾക്കാർ അതിനെ അന്വേഷിച്ച് വരുന്നതും. അപ്പോൾ അത് ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നു എനിക്ക്. ഏതൊരു ബിസിനസ്മാനെ പോലെ തന്നെയും തുടക്കത്തിൽ എന്തെങ്കിലും വെല്ലുവിളികൾ നേരിട്ടിരുന്നോ? ഉണ്ടെങ്കിൽ തന്നെ അതിനെ എങ്ങനെ ഓവർകം ചെയ്തു? വെല്ലുവിളി ഞാൻ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് ഒരു 24 ദിവസം കഴിയുമ്പോഴാണ് ഇവിടെ കൊറോണ ഉണ്ടായത്. അപ്പോൾ ആ കൊറോണയിൽ നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്തു. അതൊരു 1-2 വർഷക്കാലം അതൊരു ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ അത് ഓവർകം ചെയ്ത് നമ്മൾ സാധാരണ രീതിയിലെത്തി. ആ സമയത്ത് സ്റ്റക്കായി പോയിട്ടുള്ള ഒരു ബിസിനസ് കംപ്ലീറ്റ് സ്റ്റക്കായിരുന്നല്ലോ. അപ്പോൾ കോൺഫിഡൻ്റ് ഒക്കെ പോയോ, അല്ലെങ്കിൽ എങ്ങനെയാണ്? നമുക്കത് ഒരു കോൺഫിഡൻ്റ് ആയിരുന്നു, നമുക്കത് ചെയ്യാൻ പറ്റൂന്നുള്ള ഒരു ഇതുകൊണ്ട് അങ്ങനെ പിടിച്ചു നിന്നു, മനസ്സിലെ കട്ടി പിടിച്ചു നിർത്തി. ഏതൊരു സംരംഭകന്റെ വിജയത്തിന് പിന്നിലും ഫാമിലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സോ വ്യക്തിയോ ഉണ്ടാകും. ഈ ഒരു വിജയകരമായ ടോപ്പ് ടേസ്റ്റി റെസ്റ്റോറൻറ്റിൻ്റെ ഈ ഒരു വിജയകരമായ സംരംഭത്തിന് പിന്നിൽ സാറിൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്തിരുന്നു? എങ്ങനെയാണ് ഫാമിലിയുടെ സപ്പോർട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇത് തുടങ്ങാൻ പ്രചോദനം ഉണ്ടായത് തന്നെ എൻ്റെ വൈഫിൻ്റെ ആ ഒരു ബിരിയാണി ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ അവളെ പേരിലാണ് ബൽക്കീസ് ബിരിയാണി എന്നുള്ള ഒരു അവളെ ആ ടേസ്റ്റും അതും കണ്ടപ്പോൾ നമ്മൾ. അപ്പോൾ വൈഫിൻ്റെ പേരാണ് ബൽക്കീസ്. ഓക്കെ, ബൽക്കീസ് ബിരിയാണി എന്ന പേരിൽ. അതെ. അപ്പോൾ നമ്മൾ ആദ്യം ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവൾ ബിരിയാണി ഉണ്ടാക്കി തന്നാൽ, അപ്പോൾ നമ്മളെ കൊളീഗ്സ് എല്ലാം ചോദിക്കായിരുന്നു, ഇത്ര ടേസ്റ്റുള്ള ബിരിയാണി നിങ്ങൾക്ക് ഇതിനെ മാർക്കറ്റിൽ എത്തിച്ചൂടെ? അപ്പോൾ ആ ഒരു പ്രചോദനമായിരുന്നു എനിക്ക് ഈ റെസ്റ്റോറൻറ്റും അതും ബിരിയാണി ഉണ്ടാക്കാനും. അങ്ങനെ ആ ഒരു റെസിപ്പിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇപ്പോഴും. ഇപ്പോൾ ടോപ്പ് ടേസ്റ്റി റെസ്റ്റോറൻറ്റിലെ സ്പെഷ്യൽ ഐറ്റം ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയുന്നത്? നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ബിരിയാണി തന്നെ. ഓക്കെ. കേരള ടൈപ്പ് ബിരിയാണി, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ, അതെല്ലാം. പിന്നെ സ്പെഷ്യലായി എന്ന് പറഞ്ഞാൽ ചാർക്കോൾ നമ്മളെ നല്ല ടേസ്റ്റാണ്. പിന്നെ ചിക്കൻ തന്തൂരി, മുംബൈ സ്റ്റൈലിൻ്റെ തന്തൂരി, അങ്ങനെ. അപ്പോൾ അതിനെ തേടി കുറേ ആൾക്കാരെ സ്പെഷ്യലൈസ്ഡ് കസ്റ്റമർ തന്നെ നമ്മളിവിടെ വരാറുണ്ട്. ബാക്കി കേരള സ്റ്റൈൽ വിഭവങ്ങളാണ് കൂടുതലും ഉള്ളത്. ഈ ചപ്പാത്തി, റൊട്ടി, അപ്പം, വെള്ളപ്പം അങ്ങനെ പറയുന്ന കുറേ വിഭവങ്ങളും നാടൻ വിഭവങ്ങളാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ്.